ഗൈസ് നമ്മളിപ്പോ അഴീക്കൽ വഴിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അഴീക്കൽ ബീച്ചിന്റെ സൈഡിൽ എത്തിയിട്ടുണ്ട് ഇപ്പോ. അതെ, ബീച്ച് കാണാൻ പറ്റും എന്ന് പ്രതീക്ഷിക്കുന്നു. അത് ബീച്ച് കണ്ടിട്ടുണ്ട്. അതാണ് അഴീക്കൽ ബീച്ച്. ഒരു ഉൾ റോട്ടിൽ കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കണം. ബീച്ചിലാണുള്ളത്. ഇതാണ് അഴീക്കൽ പാലം. ഈ ഇടയ്ക്ക് പണി കഴിഞ്ഞ പാലമാണ്. നമ്മൾ ബീച്ചിലേക്ക് ഇറങ്ങിയിട്ടില്ല. നമുക്ക് നേരെ അഴീക്കൽ പാലം വഴിയാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. പാലത്തിന്റെ മേലെ കൂടെയാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഇടയ്ക്ക് പണി കഴിഞ്ഞ പാലമാണ്, കുറച്ചായിട്ടുള്ളൂ. പുതിയ പാലമാണ്. നല്ല അടിപൊളി സൂപ്പർ പാലം. അതുപോലെ തന്നെ ഈ ലെഫ്റ്റ് സൈഡ് വന്നിട്ട് ബീച്ചാണ്. ഇവിടെ എവിടെയും വണ്ടി നിർത്താൻ പറ്റുമോന്ന് അറിയില്ല, ഒന്ന് നോക്കി നോക്കട്ടെ. വണ്ടി നിർത്താൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് എടുക്കാം. നമ്മൾ ജസ്റ്റ് ഒന്ന് വണ്ടി നിർത്തിയിട്ടുണ്ട്. നമ്മൾ പാമ്പം പാലത്തേക്കൊക്കെ പോയ ആ ഒരു ഫീൽ ഉണ്ട്. ഇപ്പോൾ രാമേശ്വരം പോകുമ്പോൾ പാമ്പം പാലം കാണുമല്ലോ, പാമ്പം പാലം പോയതിൻ്റെ ആ ഒരു ഫീലിംഗ് ഉണ്ട്. ഒരു ലൈറ്റ് ഹൗസ് ഒക്കെ ഉണ്ട്. നമ്മളിപ്പോൾ ഈ ഒരു ഭാഗത്താണ് നമ്മൾ വണ്ടി എടുത്ത് വന്നത്. അപ്പോൾ നമ്മൾ പാലത്തിൻ്റെ തൊട്ട് ഇപ്പുറത്തെ സൈഡ് വന്നപ്പോൾ ഇവിടെ ഒരു അടിപൊളി ഹാർബർ, ചെറിയൊരു ഹാർബർ. എന്തായാലും സൂപ്പർ. ബീച്ചൊക്കെ ഇഷ്ടപ്പെടുന്നവർ കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു റൂട്ട് മസ്റ്റാണ്, സൂപ്പറാണ്. നമുക്കിത് ഇവിടെയൊക്കെ നിർത്തിയിട്ട് വന്നാൽ ബീച്ചിലേക്ക് ഇറങ്ങാനായിട്ടൊക്കെ പറ്റും. ഞാനിപ്പോൾ എന്തായാലും ഇറങ്ങണില്ല. ഗായ്സ്, നമ്മൾ കടലിൻ്റെ സൈഡിൽ കൂടെ എന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയും സൈഡിൽ കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ എനിക്ക് ഇവിടെ നിർത്തി ഒന്ന് വീഡിയോ എടുക്കണമെന്നുണ്ട്. പക്ഷെ ഇവിടെ വണ്ടി നിർത്താനുള്ള ഒരു ഗ്യാപ്പ് കാണണില്ല. ഗായ്സ്, നമ്മളിവിടെ ചെറിയൊരു ഗ്യാപ്പിൽ വണ്ടി നിർത്തിയിട്ടുണ്ട്. ഒരുപാട് സൈഡിൽ ഇറക്കാൻ പറ്റില്ല. ഒരുപാട് സൈഡിൽ ഇറക്കിയ പണിയുണ്ട്. നമുക്കൊന്ന് ഇറങ്ങി നോക്കാം. നമ്മളിപ്പോൾ ബീച്ച് കാണാൻ വേണ്ടി കല്ലിൻ്റെ മേലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കാം. ഇവിടേക്ക് വരുമ്പോൾ നമ്മളിവിടേക്ക് വരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മൊബൈൽ ഫോണ് അതുപോലെ തന്നെ വണ്ടിൻ്റെ ചാവി കാര്യങ്ങളൊക്കെ നമ്മൾ സൂക്ഷിക്കണം. ഇല്ലെങ്കിൽ ഈ കല്ലിൻ്റെ ഈ ഒരു ഗ്യാപ്പിൽ എവിടെയെങ്കിലും പെട്ട് പോയാൽ പിന്നെ അത് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ ഒരു കാര്യം മാത്രം എല്ലാവരും ശ്രദ്ധിക്കുക. ഇതാണ് ബീച്ച്. ഇവിടെ നിന്ന് തോട്ടപ്പള്ളി വരെയും ഇതേ റോഡാണ്. ബീച്ചിൻ്റെ സൈഡിൽ കൂടെ നമുക്ക് വണ്ടി ഓടിച്ച് പോവാം. ബീച്ച് കണ്ടുകൊണ്ട് നമുക്ക് വണ്ടി ഓടിച്ച് പോവുക എന്നുള്ളതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ബീച്ചൊക്കെ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു റൂട്ട് മസ്റ്റ് ആയിരിക്കും. റോഡ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല ഗൈസ്. റോഡ് അടിപൊളി റോഡാണ്. എന്താണ്, കടലിന്റെ സൈഡിൽ കൂടെയാണ് റോഡ്. അടിപൊളി റോഡ്. ഇവിടെ വൈകുന്നേരങ്ങളിലെ കാറ്റുകൊള്ളായിരിക്കാനൊക്കെ നല്ല രസമായിരിക്കും. സൂപ്പർ റോഡാണ്.
ആഹാ, നല്ല അടിപൊളി സ്ഥലം. ഓക്കെ ഗൈസ്, സൂപ്പർ സ്ഥലം. തിരമാല എത്രയ്ക്ക് അടിച്ച് കയറിയിട്ടുണ്ട് കേട്ടോ. തിരമാല എത്രയ്ക്ക് അടിച്ച് കയറിയതുകൊണ്ടാണ് ഈ മണലൊക്കെ ഇപ്പം ഇങ്ങനെ കിടക്കണത്. ഗൈസ്, നമ്മളിപ്പോൾ അഴീക്കൽ ബീച്ചിൻ്റെ സൈഡിൽ വന്നെത്തിയിരിക്കുകയാണ് ഗൈസ്. ഇതാണ് അഴീക്കൽ ബീച്ച്. നല്ല അടിപൊളി ബീച്ചോ. വെള്ളമൊക്കെ ഇതുവരെ എത്തണ്ടല്ലോ. ഇപ്പം തന്നെ ഈ ഒരു ഭാഗം വരെ വെള്ളം അടിച്ച് കയറുന്നുണ്ട്. ഇനിയിപ്പോൾ വൈകുന്നേര സമയങ്ങളിൽ നല്ല വെയിലുണ്ട് ഗൈസ്. അതാണ് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിരിക്കുന്നത്. നല്ല വെയിലാണ്. തിരമാല അടിച്ച് കല്ല്, വലിയ വലിയ കല്ലുകളൊക്കെ നല്ല എന്താണ് റൗണ്ട് ഷേപ്പിലായിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ആ മണല് ഒലിച്ചു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കല്ലിട്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു പുതിയ ഡിസൈൻ കണ്ടതാ. ആണ് അതിൻ്റെ പുതിയൊരു ഡിസൈൻ. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. ഇതൊക്കെയാണ് ഇപ്പോൾ കൂടുതലായിട്ടും ഓരോ കടൽ തീരത്തൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഇതൊരു കുട്ടി വ്ളോഗാണ്, ചെറിയൊരു വ്ളോഗ്. നമ്മൾ ഈ വഴിക്ക് വന്നപ്പോൾ വെറുതെ ഇങ്ങനെ ഒന്ന് വീഡിയോ എടുത്തേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാനൊന്നും മറക്കണ്ട. ഓക്കെ, ബൈ.